ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു വന്നിരിക്കുകയാണ്. നീ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്, ഞാൻ ഹർഷിനെയും കുട്ടികളെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിക്കോളാം എന്ന് ശാലിനി പറയുന്നു. 40 മിനിറ്റ് ഈശ്വരൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ അത് 400 മിനിറ്റിൻ്റെ ഫലം ചെയ്യും. ഹർഷിനെയും കൊണ്ട് ഞാൻ വന്നിരിക്കും എന്ന് ശാലിനി പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. ഹർഷിൻ്റെ വാഹനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരും, പപ്പിയും സത്യമോളും വാഹനത്തിൻ്റെ ഡിക്കിയിൽ. ഞാൻ പോകുന്നത് കുട്ടികളുടെ അടുത്തേക്കാണ്, അവരെയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന്. കുട്ടികളെ ആരെങ്കിലും തിരക്കിയാലോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ഈ കല്യാണ തിരക്കിനിടയിൽ ആരും അതൊന്നും ശ്രദ്ധിക്കില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് ശാലിനി. അത് കല്യാണ വീടാണ്, എൻ്റെ ആക്സിഡൻറ്റിൻ്റെ കാര്യം ആരോടും പറയാൻ നിൽക്കേണ്ട എന്നും ശാലിനി പറയുന്നു. ഇതേ സമയം തന്നെ രാമേട്ടൻ വാഹനവുമായി അവിടെ എത്തി. മുഹൂർത്തത്തിന് മുമ്പ് കുഞ്ഞേച്ചി അവിടെ എത്തില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അതിനല്ലേ ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവനും സഹിക്കുന്നത്. സമയം നമുക്ക് കുറവാണ്, തരണം ചെയ്യേണ്ട മണിക്കൂറുകൾ കുറവാണ്. എങ്ങനെ എത്തുമെന്നോ ഏതൊക്കെ രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റുമെന്നോ ഒരു ഐഡിയയുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, വിവാഹ പന്തലിൽ വിഷ്ണുവേട്ടൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ഹർഷിനെയും കൊണ്ട് ഞാൻ അവിടെ എത്തിയിരിക്കും. ഈ ഒരു ഉറപ്പ് പപ്പിയും സത്യയും എന്നെ ഫോണിൽ വിളിക്കുന്നത് വരെ ഇല്ലായിരുന്നു. ഇത്രയില്ലാത്ത അവരെ കൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്രയും പോന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണ്ടേ, അത് ഞാൻ ചെയ്ത് കാണിക്കും, നീ ചെല്ലെന്ന് പറഞ്ഞ് ശാലിനി കയറുന്നുണ്ട്. ശാലിനി ശ്യാമയെ വണ്ടിയിലേക്ക് കയറ്റി വിടുന്നു. രാമേട്ടനോട് പറയുന്നു, രാമേട്ട കളക്ടറുടെ വാഹനമാണ്, അത് ഓടിക്കുന്നതിന് അതിൻ്റെതായ മാന്യതയുണ്ട്. അത് നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഈ യാത്രയ്ക്കില്ല, ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പ് കടന്നുപോയ ഒരു വാഹനം പിടിക്കണം. പോയ വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ തരാം. എന്താ രാമേട്ട, നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് പറയുന്നു. മേഡം ധൈര്യമായിട്ടിരിക്കും, മേഡം കണക്ക് കൂട്ടുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് ഞാൻ സ്ഥലത്ത് എത്തിച്ചു തരാം. അങ്ങനെ രാമേട്ടനും പറയുന്നു. ശാലിനി വണ്ടിയിലേക്ക് കയറി അവരവിടെ നിന്ന് പറപ്പിച്ചു പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മധുശ്രീ ഡേവിഡ് എന്ന ഒരു ഗുണ്ടയോട് പറയുന്നു, 5 സംഘം ഈ ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഈ 5-8 പേര് എന്ന് പറയുന്നത് ഒരു ഓളത്തിന് പറഞ്ഞതായിരിക്കും അല്ലേ എന്ന് മധുശ്രീ പറയുമ്പോൾ ഡേവിഡ് പറയുന്നു, ഓളമൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ പറയുന്നത് പോലെ 8 പേരും വന്ന് പറഞ്ഞ പണിയെടുത്തു തുടങ്ങിയിട്ടുണ്ട്. മണ്ഡപത്തിലേക്ക് കയറുന്നവരെ സ്കാൻ ചെയ്ത് വിടുന്നത് ദേ ലവനാണെന്ന് പറയുന്നു. അവൻ്റെ കണ്ണിൻ്റെ പവർ ഓർക്കെ ക്യാമറയ്ക്ക് പോലും കിട്ടില്ല എന്നും പറയുന്നു. പിന്നെ അങ്ങോട്ട് നോക്കി മറ്റൊരാളെ കാണിച്ചു കൊടുക്കുന്നു. അവൻ്റെ കയ്യിൽ ടൂളുണ്ട്, എമർജൻസി ആയ എന്തെങ്കിലും വന്നാൽ അവൻ ഉണ്ടാകും മുന്നിൽ. ഇങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഓരോ ഭാഗത്ത് ഓരോരുത്തരും നിൽപ്പുണ്ട്. അടിക്കാനും വെട്ടാനും ഏത് കാര്യത്തിനും അവസരത്തിനൊത്ത് പെരുമാറും. അതിനൊത്ത പരിശീലനം സിദ്ധിച്ചവരെയാണ് ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നും ഡേവിഡ്. നിങ്ങൾ നേരിടേണ്ടത് നിസ്സാരക്കാരിയല്ല, ജില്ലാ കളക്ടറെയാണ്, ആ ഓർമ്മ ഉണ്ടാകണമെന്നും മധുശ്രീ. കാശ് തരുന്നവർ പറയുന്നത് ഞങ്ങൾ ചെയ്യും. ശത്രുക്കളെ നോക്കി ഭയക്കാനും പിന്മാറാനും ഞങ്ങൾ വരില്ല. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഇവിടെ ഇപ്പോൾ കൊല്ലാൻ പറയാൻ പറ്റാത്തത് കൊണ്ട് കൊല്ലില്ല. കയ്യിൽ ബോംബ് ഉൾപ്പെടെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ് അവർ. ശക്തിയായി താഴേക്കിട്ടാൽ ഇട്ട ഭാഗം മുഴുവനും കത്തും, മുഖത്തേക്ക് എറിഞ്ഞാൽ മുഖം മുഴുവനും കത്തിപ്പോകും. അതുകൊണ്ട് ധൈര്യമായി കല്യാണം നടത്താം. മുടക്കാനായി ഒരു മുയൽ കുഞ്ഞിനെ പോലും ഞാൻ അകത്തേക്ക് വിടില്ലെന്ന് പറയുന്നു. മുയൽ കുഞ്ഞി എന്ന് പറഞ്ഞ സിംഹക്കുട്ടിയെ കൊച്ചാക്കലേ ഡേവിഡേ. ഇത് കുറുക്കന് ജനിച്ച സിംഹക്കുട്ടിയാണ്, കൗശലം അതുകൊണ്ട് തന്നെ അല്പം കൂടും എന്ന് മധുശ്രീ. പുലി മടയിലേക്ക് കയറുമ്പോൾ ഏത് സിംഹക്കുട്ടിയും ഒന്ന് ഭയക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയപ്പെടുത്തും. ഓഡിറ്റോറിയം വളഞ്ഞിരിക്കുന്നത് ഡേവിഡും പിള്ളേരുമാണ്, ഒരു കാരണവശാലും ഭയപ്പെടേണ്ടെന്ന് ഡേവിഡ്. ഫോട്ടോ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. ശാലിനി ഒരു കാരണവശാലും മണ്ഡപത്തിലേക്ക് കയറാതെ നോക്കണം, അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് മധുശ്രീ അവിടെ നിന്ന് പോകുന്നു. ശാലിനിയുടെ ഫോട്ടോ നോക്കുകയാണ് ഡേവിഡ്. ഇത് ഡേവിഡിന്റെ പത്മവ്യൂഹമാണ്, ഇത് മുറിച്ച് അകത്ത് കടക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് പോലും കഴിയില്ല, പിന്നെയല്ലേ ഒരു കളക്ടർ. വാ, തടയാൻ വാ ഡേവിഡ്, ആരാണെന്ന് നീ അറിയും എന്നൊക്കെ ശാലിനിയുടെ ഫോട്ടോ നോക്കി പറയുകയാണ് ഡേവിഡ്. ഇതേസമയം ശാലിനിയും രാമേട്ടനും കൂടി ഇങ്ങനെ ഹർഷിന്റെ വാഹനത്തിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് ഇപ്പോൾ രാമേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണ രക്ഷിക്കണേ, ഈ കല്യാണം മുടക്കണേ എന്നൊക്കെ പപ്പി പ്രാർത്ഥിക്കുന്നു. പപ്പി എന്തോ പറയുന്നുണ്ടല്ലോ എന്ന് സത്യ ചോദിക്കുന്നു. ഞാൻ പറയുകയല്ല, പ്രാർത്ഥിക്കുകയാണെന്ന് പപ്പി. എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് ചേച്ചിയമ്മയെ എത്തിക്കണം എന്ന്. എന്നാലല്ലേ ഹർഷിനും മംഗളുമായിട്ടുള്ള കല്യാണം, ഹർഷിൻ അങ്കിളിനെ കൊണ്ട് കല്യാണം മുടക്കാൻ പറ്റൂ. ബിഗ് ഫ്രണ്ട് ഇപ്പോൾ വല്ലാത്ത സങ്കടത്തിലായിരിക്കും അല്ലേ എന്നൊക്കെ സത്യ. ശരിയാ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാമായിരുന്നു എന്ന് പപ്പി. ഇതിപ്പോൾ എവിടെ എത്തിക്കാണും, ഒരുപാട് ദൂരം പോയി കാണുമല്ലേ എന്നൊക്കെ സത്യ. എത്ര ദൂരം പോയാലും ഹർഷിൻ അങ്കിളിനെ കൊണ്ടേ നമ്മൾ പോകൂ എന്ന് പപ്പി. എൻ്റെ ദൂരം അതല്ല അമ്മ, തലയിൽ മുറിവും വെച്ചുകൊണ്ടാണ് വരവ്.
എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ അമ്മയ്ക്ക് വേദനയ്ക്കില്ലേ, ചോരയും വരുമെന്ന് സത്യ. അതിനൊക്കെ സത്യയുടെ അമ്മ നോക്കിക്കോളും. അതിനേക്കാൾ വലിയ കാര്യമല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കാർത്തികാന്റിയുമായിട്ടുള്ള കല്യാണം നടന്നാൽ വിഷ്ണു അച്ഛൻ്റെ കാര്യം പോക്കാം, നമ്മുടെ കാര്യവും പോക്കാം എന്ന് പപ്പി. അങ്ങനെ ഉണ്ടാവില്ല പപ്പി, ഈ കല്യാണം ഹർഷനങ്ങൾ മുടക്കിക്കോളും. ഇല്ലെങ്കിൽ ഹർഷനങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് ചാടേണ്ട കാര്യമില്ലല്ലെന്ന് പറയുന്നു. ഹർഷനങ്ങളിൻ്റെ കാറിൽ നമ്മൾ കയറിയപ്പോഴേ വിചാരിച്ചതാ ഈ കല്യാണം മുടങ്ങുമെന്ന് എന്ന് പപ്പിയും പറയുന്നു. ആ സ്വപ്നം കാണൽ അവിടെ നിൽക്കട്ടെ, ആദ്യം സമയത്തിന് അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ സത്യയും പറയുന്നു. ഇതേ സമയം കാർത്തികയെ അണിയിച്ചൊരുക്കുകയാണ് ബ്യൂട്ടീഷ്യൻ. ഈ ഒരു വേഷത്തിൽ ഹർഷന്റെ പെണ്ണായിരിക്കാൻ ഞാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചതാ. എന്നെ ഈ വേഷത്തിൽ കാണണമെന്ന് ഹർഷൻ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവനെല്ലാം മറന്ന് എന്നെ മറന്ന് കാശും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവൻ അവൾക്കൊപ്പം പോയി. കാർത്തികയ്ക്ക് ഇത് വാശിയാണ്. എന്നെ തഴഞ്ഞവന് ഇതൊരു മറുപടി നൽകാമെന്നുള്ള വാശി. അവനേക്കാൾ സ്വാധീനവും സൗന്ദര്യമുള്ള പ്രതാപവും അന്തസ്സുമുള്ള വിഷ്ണുവിനെ കെട്ടി അവന് മുന്നിൽ നിർത്താനുള്ള വാശി. ഇന്നത്തെ ദിവസം ഞാനത് നേടും. ഹർഷ, നീ എവിടെയുണ്ടെങ്കിലും നിന്നെ തേടി പിടിച്ച് ഞാൻ വരും. എനിക്ക് കിട്ടിയ ഈ രാജയോഗം ഒന്ന് നിന്നെ കാണിക്കാൻ എന്നൊക്കെ കാർത്തിക മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സമയം വിഷ്ണു കാർത്തികയ്ക്ക് മുന്നിലേക്ക് വന്നു. ആ വേഷം ഇങ്ങനെ നോക്കുകയാണ് വിഷ്ണു, അതും ദേഷ്യത്തോടെ തന്നെ. എങ്ങനെയുണ്ട് വിഷ്ണുവേട്ടാ, കൊള്ളാമോ എന്ന് കാർത്തിക ചോദിക്കുന്നു. നന്നായിട്ടുണ്ട് എന്ന് വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, ഇനി ഇങ്ങനെ പറയാനാകില്ലല്ലോ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോവുമല്ലേ. അഗ്നിസാക്ഷിയായി മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരൽ. ആ മുഹൂർത്തത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ ബാക്കിയുള്ളൂ. അപ്പോൾ ഒടുവിൽ ഈശ്വരൻ്റെ പ്രാർത്ഥന കേട്ടോ എന്ന് ഹർഷൻ തിരിച്ചു വരൽ എന്ന് കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഹർഷൻ തിരികെ വരല എന്നായിരിക്കും നിന്റെ പ്രാർത്ഥന അല്ലേ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരാൾ നിന്റെ ജീവിതത്തിലെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ ഉള്ള മാറ്റങ്ങൾ നിന്റെ മുന്നിൽ കണ്ടു. ചിലപ്പോൾ അതെൻ്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അതാണ് സത്യം എന്ന് വിഷ്ണു പറയുമ്പോൾ കാർത്തിക പറയുന്നു, അതെ, കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ അല്പം കാര്യ ഗൗരവത്തോടെ ചിന്തിച്ചു. ഞാനൊരു പെണ്ണല്ലേ, എത്ര നാളാണ് ഒരു ഇല്ലാത്ത കഥകളിലെ ബന്ധവും പറഞ്ഞു നിൽക്കുന്നത് എന്നെ കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അപ്പോൾ നിൽക്കുന്നിടം പതിച്ചെടുക്കാനുള്ള ഉദ്ദേശം, നിലനിൽപ്പാണ് മുഖ്യം അല്ലേ. വിഷ്ണുവേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കാർത്തിക. ഞാൻ ഓർത്തുപോയി പണ്ട് പറഞ്ഞു കേട്ട ഒരു മുത്തശ്ശി കഥ. ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്താൽ ഒരു പാവം കർഷകന്റെ കഥ. കാലം മാറി. ഒട്ടകവും കർഷകനും പഴഞ്ചനായി. പക്ഷേ ആ കഥയ്ക്ക് ഇപ്പോൾ നല്ല മാർക്കറ്റാണ് അല്ലേ കാർത്തികേ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ആവർത്തിക്കാം. കിട്ടാൻ പോകുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഓർത്ത് നിന്റെ മനസ്സിൽ വളരെ വലിയൊരു സന്തോഷത്തിലാണ്. പെണ്ണ് സന്തോഷിച്ച ആ ഭ്രമം മുഖത്ത് കാണും. അതിൻ്റെ ചന്തം നിന്റെ മുഖത്ത് വേണ്ടുവോളം ഉണ്ട്. അതിങ്ങനെ മുഹൂർത്തം അടുക്കും തോറും അതിൻ്റെ തിളക്കത്തിൽ കടുപ്പം മുറുകുകയാണ്. ചത്ത് കിടഞ്ഞാലും ചമഞ്ഞു കിടക്കണമെന്ന് കേട്ടിട്ടില്ലേ. പക്ഷേ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ നീ ഇങ്ങനെ ചത്ത് മലച്ചു കിടക്കുമ്പോൾ ഈ മുഖത്ത് ഈ പ്രഭയുണ്ടോ? പറയടി എന്ന് വിഷ്ണു ചോദിക്കുന്നു. നിന്റെ മുഖത്ത് ഈ ചന്തം ഉണ്ടാവുമോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്നൊക്കെ പറയുന്നു. വിഷ്ണുവേട്ട എന്ന് പേടിയോടെ കാർത്തിക പറയുമ്പോൾ ചീ പന്ന എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ ഒരു കസേര ഇങ്ങനെ ചവിട്ടി തള്ളിയിടുന്നു. നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ. ഭർത്താവിൻ്റെ സംശയം തീർത്ത് കൊടുക്കേണ്ടത് ഒരു ഉത്തമയായ ഭാര്യയുടെ കടമയാണ് എന്ന് പറഞ്ഞ് അരയിലിരുന്ന കത്തിയെടുക്കുകയാണ് വിഷ്ണു. കാർത്തികയ്ക്ക് നേരെ നീട്ടി. ആപ്പിൾ കണ്ടിക്കാൻ വെച്ചിരുന്ന കത്തിയാണ്, പക്ഷെ നിന്നെ പോലെയുള്ള ഒരു പെണ്ണിന്റെ കൊരവെള്ളി പൊട്ടിക്കാൻ ഇത് ധാരാളം മതി എന്ന് പറഞ്ഞ് കാർത്തികയുടെ കഴുത്തിൽ വെച്ചു. പറയുന്നു, വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്, എനിക്ക് പേടിയാകുന്നു. ഇനി നമ്മുടെ കല്യാണമാണെന്ന് കാർത്തിക. അതാടി എൻ്റെ മനസ്സിൽ. ഈ കല്യാണം നടന്നാൽ പിന്നെ ഭാര്യയെ കൊന്നവൻ എന്ന പേര് എനിക്ക് കിട്ടും. ഇപ്പോഴാണെങ്കിൽ തലയിൽ കയറാൻ വന്ന ഒരുത്തിയെ തീർത്ത് കളഞ്ഞു എന്ന പേരേ ഉള്ളൂ. രണ്ടായാലും എനിക്ക് പ്രശ്നമില്ലടി. കാരണം നീ ഇപ്പോൾ കാണുന്ന വിഷ്ണുവിനെ മറ്റൊരു മുഖം കൂടിയുണ്ട്. കൊണ്ടും കൊടുത്തും തീർത്തും തീർപ്പാക്കിയും നടന്ന ഒരു കാലം. ആ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് നീ ഇപ്പോഴത്തെ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോകരുത്. പോയാൽ തകർന്നത് ഒരുപാട് ജീവിതങ്ങളാണ്. തീർത്ത് കളയും ഞാൻ നിന്നെ എന്നൊക്കെ വിഷ്ണു കാർത്തികയുടെ കഴുത്തിൽ കത്തിവെച്ച് പറയുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പ്രതീക്ഷിക്കാതെയാണ്. ഒരു ബന്ധവുമില്ലാത്ത ഒരു വീട്ടിൽ നീ എന്നെക്കാൾ ബന്ധമുണ്ടാക്കി. ഒടുവിൽ എൻ്റെ സ്വപ്നങ്ങൾക്കും മേൽ, എൻ്റെ ഇഷ്ടങ്ങൾക്കും മേൽ അധികാരത്തിൻ്റെ ചട്ടക്കൂട് നീ ഉണ്ടാക്കി. ഇനി അതിൽ അടയിരിക്കാനും എന്നേക്കുമായി നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനും എനിക്ക് മനസ്സില്ല എന്നല്ല, എന്നെ അതിന് കിട്ടില്ല. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. ഓടിപ്പോവുകയോ ഒളിച്ചിരിക്കുകയോ നാടുപിടിക്കുകയോ ഈ കല്യാണം നടക്കില്ല എന്ന് അമ്മയോട് പോയി പറയുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ മുഹൂർത്ത സമയത്ത് കതർ മണ്ഡപത്തിൽ നീ വരാൻ പാടില്ല. എന്ന് പറഞ്ഞ് കഴുത്തിൽ കത്തിവെച്ചു. വന്നാൽ അമ്മയുടെ മുന്നിൽ നിൽക്കുന്ന വിഷ്ണുവിന് പകരം നീ അവിടെ കാണാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾ
പുറകോട്ട് മറിഞ്ഞ കേട്ട് മറക്കുന്ന വിഷ്ണുവിനെയായിരിക്കും കേട്ടോടി എന്ന് പറഞ്ഞ് കത്തി താഴേക്ക് വലിച്ചെറിയുകയാണ് വിഷ്ണു. ഇനി ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ നീ കതിർമണ്ഡപത്തിൽ വന്നു എന്ന് വിചാരിക്കുക. അവിടെ നടക്കുന്നത് താലികെട്ടായിരിക്കില്ല, കഴുത്തറക്കലായിരിക്കുമെന്ന് വിഷ്ണു. എൻ്റെ ശാലിനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ ചെയ്യുമെന്നറിയാലോ. എങ്ങനെ ഇവിടുന്ന് പോണോന്ന് നീ തീരുമാനിക്കേ. ജീവൻ വേണോ ജീവിതം വേണോ എന്ന് നീ തീരുമാനിക്കേ എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കാർത്തിക. മധുശ്രീ എവിടേക്ക് വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാർത്തികയാണ് കാണുന്നത്. മധുശ്രീ എന്ന് പറഞ്ഞ് മധുശ്രീയുടെ കയ്യിലേക്ക് പിടിച്ച് കരയുകയാണ് കാർത്തിക. എന്താ മേക്കപ്പുകാർക്ക് പണി കൊടുക്കാനായിട്ട് നിന്ന് മോങ്ങാതെ കാര്യം പറയണേന്ന് മധുശ്രീ ചോദിക്കുന്നു. വിഷ്ണു ഏട്ടൻ അത് എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാർത്തിക പറയുമ്പോൾ വിഷ്ണു ഏട്ടൻ എന്താ പറ്റിയത് എന്ന് മധുശ്രീ ചോദിക്കുന്നു. വിവാഹ പന്തലിൽ ചെന്നാൽ എന്നെ കൊന്നുകളയുമെന്നാ പറഞ്ഞത്. വിഷ്ണു ഏട്ടനെ കൊല്ലാനും തല്ലാനും നടന്ന ഒരു ഭൂതകാലമുണ്ടെന്ന് എന്ന് കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നു, അതൊന്നും നീ വിചാരിക്കേണ്ട. അത് കേട്ട് നീ പേടിക്കുകയും വേണ്ട. വട്ട് കളിച്ച് നിൽക്കുന്ന ഒരു പ്രായത്തിൽ തോന്നിയ വെറും ഒരു മണ്ടത്തരം. അല്ലാതെ ആരെ കൊല്ലാനും തല്ലാനുമുള്ള ഗഡ്സ് ഒന്നും നിന്റെ വിഷ്ണുവേട്ടനില്ലെന്ന് പറയുന്നു. നല്ല പേരുള്ള ഗുണ്ടകൾക്കൊപ്പം നിന്ന് ഒന്ന് മുട്ടിയിട്ട് പോലുമില്ല. അതിൻ്റെ ഒരു കുറവുണ്ട്. ആരെങ്കിലും ഒന്ന് അറിഞ്ഞു പെരുമാറിയാൽ അത് മാറിക്കോളൂ എന്നും നീ സന്തോഷത്തോടെ മണ്ഡപത്തിലേക്ക് വാ, ബാക്കിയൊക്കെ നമുക്ക് തട്ടേ കയറിയിട്ട് പ്ലാൻ ചെയ്യാമെന്നും മധുശ്രീ പറയുന്നു. മധുശ്രീ വിഷ്ണുവേട്ടൻ നല്ല ചൂടിലാണ്, എനിക്ക് നല്ല പേടിയാകുന്നു എന്നെ കാർത്തിക. ആ ചൂട് തണുപ്പിക്കാനുള്ള കാര്യം മണ്ഡപത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി അത് മറികടന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിന്റെ വിധിയാണെന്നേ പറയാൻ സാധിക്കൂ. മുഹൂർത്ത സമയത്ത് നീ മണ്ഡപത്തിലെത്തണം. ആരാണ് നിന്നെ തടയാൻ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നെ മധുശ്രീ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന സമയം ശാലിനി കാണിക്കുന്നുണ്ട്. ശാലിനി വളരെ വേഗം തന്നെ ഹർഷിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എവിടെ എത്തി പപ്പി? അമ്മയും കാണുന്നില്ലല്ലോ എന്ന് സത്യ. വിളിച്ച് നോക്കട്ടെ എവിടെ എത്തിയെന്നെങ്കിലും ഒന്ന് അറിയാലോ എന്ന് പപ്പി. എന്തായാലും വിളിക്ക്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹർഷൻ ഞങ്ങളിനെയും കൊണ്ട് നമ്മൾ അവിടെ എത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് സത്യ. പപ്പി ഫോണിലൂടെ ശാലിനിയെ വിളിച്ചു. സത്യയുടെ അമ്മ ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ശാലിനി. ഇല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ കല്യാണത്തിന് മുന്നേ തന്നെ ഹർഷൻ ഞങ്ങളിനെയും കൊണ്ട് നമ്മളവിടെ ചെല്ലണ്ടേ എന്ന് പപ്പി. വേണം, ഇത്രയൊക്കെ സ്വരുക്കൂടി തന്ന സർവേശ്വരൻ അതിനും നമ്മൾക്ക് ഉപകാരം കനിയാതിരിക്കില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ ഫോൺ വെച്ചു. ശേഷം മണ്ഡപത്തിലേക്ക് രോഹിത് രാഘവനെ കൊണ്ടുവരുന്നു. അവിടുത്തെ ചില സ്ത്രീകളൊക്കെ പറയുന്നു, ഇത് സത്യാമ്മയുടെ വാശിപ്പുറത്ത് നടക്കുന്ന കല്യാണമാണ്, അത് നടന്നാൽ നടന്നു. നീ എന്താ അങ്ങനെ പറയുന്നത് എന്ന് മറ്റൊരു ചേച്ചി പറയുമ്പോൾ ആ ചേച്ചി വീണ്ടും പറയുന്നുണ്ട്, ആ ചെറുക്കൻ ഒട്ടും ഇഷ്ടമല്ലെന്ന് ഈ കല്യാണത്തിന്. ഇഷ്ടമല്ലാത്തോണ്ടാണോ അവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് വന്നത് എന്നവർ പറയുന്നു. അതെ, ഈ കാർത്തികയുടെ അച്ഛനും അമ്മയുമാണ് ദേ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞവരെ കാണിച്ചു കൊടുക്കുന്നു. സത്യാമ്മയുടെ കുടുംബമായിട്ട് ചേരാൻ പറ്റിയ കൂട്ടരല്ലെന്നേ. പിന്നെ ഈ ചെക്കൻ പോയി അതിക്രമം കാണിച്ചതിൻ്റെ പുറത്ത് സത്യാമ്മ സമ്മതിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ശാലിനി കളക്ടർ അല്ലേ? അപ്പോൾ ആ പെണ്ണിനെ വിഷ്ണു ഉപേക്ഷിച്ചതാണോ എന്ന് അവർ ചോദിക്കുന്നു. ആ കൊച്ചിനെ നിയമപരമായി ഉപേക്ഷിച്ചതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നു. അതായത് സത്യാമ്മ വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഭാമ വരുന്നത് കാണുകയാണ് അവർ. ഭാമ എല്ലാവരോടും വിശേഷം ചോദിക്കുന്നു. സത്യഭാമ അവരുടെ മുന്നിലേക്ക് വന്നപ്പോൾ സത്യഭാമയെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് അവരൊക്കെ. അരക്കി കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് വല്ലാണ്ടങ്ങ് സുഖിച്ചു. ആ സമയത്ത് തന്നെ രാഘവനും രോഹിതും അവിടേക്ക് വരുന്നുണ്ട്. താലി പൂജിച്ച് വെക്കുകയാണ്. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് രോഹിത്. ആയിക്കോട്ടെ, എന്നാലും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്ത് വെക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ഭാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.